മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ തുടർ ഇടപെടലിന്റെ വിജയം. നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത്. 2007 തുടർ ഭൂചലനങ്ങളെ തുടർന്ന് റൂർക്കി IITയെ അന്നത്തെ ഇടതു സർക്കാർ പഠനത്തിന് നിയോഗിച്ചു. റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടായാൽ അണക്കെട്ട് അതിജീവിക്കില്ലെന്ന് പഠനം വ്യക്തമാക്കി. ഡൽഹി IIT നടത്തിയ പ്രളയ സാധ്യതാ പഠനവും അപകട സൂചനകളാണ് നൽകിയത്. അണക്കെട്ടിന്റെ ഉൾഭാഗം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 2010 സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഉന്നത അധികാര സമിതിക്കും സെൻട്രൽ വാട്ടർ കമ്മീഷനും കത്തു നൽകിയിരുന്നു. എന്നാൽ ഈ കാര്യം തമിഴ്നാട് അംഗീകരിച്ചില്ല. പിന്നീട് കേരളം സുപ്രീം കോടതിയുടെ അനുമതിയോടെ പരിശോധന നടത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇത്രയേറെ മുന്നേറ്റം അന്നത്തെ ഇടതു സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കാൻ സാധിച്ചതിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫിന്റെ വൈകാരിക പ്രകടനങ്ങളാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് ഇടം നൽകിയത്. മുല്ലപ്പെരിയാറിന്റെ തകർച്ചയെ തുടർന്ന് ഇടുക്കിയും ചെറുതോണിയും കുളമാവും തകർന്നാൽ എറണാകുളം ജില്ല, എറണാകുളത്ത് നാളെ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാം ലെവൽ ഗ്രൗണ്ടാണ്. ആലപ്പുഴ ജില്ല, കുട്ടനാട്ടിലെങ്കിൽ ഒരു മനുഷ്യൻ ബാക്കി ഉണ്ടാവില്ല. വൈകാരിക പ്രകടനങ്ങൾ വലിയ തിരിച്ചടിയാണ് കേരളത്തിനുണ്ടാക്കിയത്. നിരന്തരം ഉണ്ടായ സംഘർഷങ്ങളിൽ മലയാളികൾ തമിഴ്നാട്ടിലും തമിഴ് വംശജർ കേരളത്തിലും ആക്രമിക്കപ്പെട്ടു. വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറം കോടതിയിൽ വേണ്ട രീതിയിൽ കേസ് നടത്തുന്നതിന് അന്നത്തെ മന്ത്രിയും ഗവൺമെന്റും അമ്പെ പരാജയപ്പെട്ടു. പിന്നീട് തിരിച്ചടികളുടെ കാലമായിരുന്നു. 152 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് സുപ്രീം കോടതിയുടെ അനുവാദം ലഭിച്ചു. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും വിഷയം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 2011 അവസാനമായി മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടന്നത്. 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിന് അനുകൂലമായി കേന്ദ്ര ജല കമ്മീഷന് തീരുമാനം എത്തിയിരിക്കുന്നു. സർക്കാരിന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇടപെടൽ നടത്തിയിരിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നം അതീവ ജാഗ്രതയോടുകൂടിയും ഏറ്റവും സ്നേഹപരമായും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്ന ശുഭപ്രതീക്ഷയാണുള്ളത്. 1 വർഷത്തിനുള്ളിൽ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം. ഇത് കേരളത്തിനുള്ള സുവർണ അവസരമായാണ് കണക്കാക്കുന്നത്. തമിഴ്നാട്ടിലെ 5 ജില്ലകളെ പച്ച പിടിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തമിഴിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ വൈകാരിക വിഷയമാണ്. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും. കേരള സർക്കാർ സംയമനത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുമ്പോൾ അതിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.